5 പതിറ്റാണ്ടോളമായി അമേരിക്കയിൽ പ്രവാസ ജീവിതം നയിക്കുന്ന റിസ പഹ്ലവി ഇറാനിലേക്ക് തിരിച്ചു വരുന്നു. അല്ലെങ്കിൽ അമേരിക്ക അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നു. ഇപ്പോൾ ഇറാനിലെ കലാപത്തിൻ്റെയൊക്കെ പ്രധാന ശ്രദ്ധാകേന്ദ്രം അമേരിക്ക തന്നെയാണ്. ഇതിനു മുമ്പും ഇതിന് സമാനമായ ചില ചരിത്രങ്ങളുണ്ട്. രാമേന്ദ്ര സാറുണ്ട്, അഹമ്മദ് മാഷുണ്ട്. സാർ, അത്തരം ചരിത്രങ്ങൾ ഇറാനെ സംബന്ധിച്ചില്ലേ? ഇപ്പോൾ റീസ പഹ്ലവി ആണ് അമേരിക്കയിലുള്ളത്. അദ്ദേഹം 17-ാമത്തെ വയസ്സിൽ 1978 അമേരിക്കയ്ക്ക് പോയി. 79 ഖമനയുടെ മതവിപ്ലവം അവിടെ നടന്നു. അപ്പോൾ അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് തിരിച്ചു വരാൻ പറ്റിയിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ ബാപ്പ മുഹമ്മദ് റീസ പഹ്ലവി അദ്ദേഹത്തിനെ ഭരണത്തിൽ പ്രതിഷ്ഠിച്ചത് 1950കളിൽ ഒരു CIA അമേരിക്കയുടെ തന്നെ ഓപ്പറേഷൻ വഴിയാണ്. ഓപ്പറേഷൻ അജാക്സ് എന്നാണ് അതിൻ്റെ പേര്. ആ ഓപ്പറേഷൻ അജാക്സിനെ പറ്റിയാണ് നമ്മളിപ്പോൾ ഈ ഭരണകൂട അട്ടിമറി ഇറാനിൽ വീണ്ടും ആസന്നമായ സമയത്ത് ഓർമ്മിപ്പിക്കുന്നത്. 1950കളിൽ ശീതയുദ്ധം നടക്കുന്നു. അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിൽ ശീതയുദ്ധം. അപ്പോൾ ആ സമയത്ത് മിഡിൽ ഈസ്റ്റ് പൊതുവെ നിർണായകമായിരുന്നു അമേരിക്കയ്ക്ക്. ഇന്നും അതെ, പ്രത്യേകിച്ച് ഇറാൻ തന്ത്രപ്രധാനമായിരുന്നു അമേരിക്കയ്ക്ക്. സോവിയറ്റ് യൂണിയന് എതിരെ നടത്തേണ്ട കാര്യങ്ങൾ എന്നുള്ള നിലയ്ക്ക് ഇറാൻ ഒരു താവളം എന്നുള്ള നിലയ്ക്കും തന്ത്രപ്രധാനമായിരുന്നു അമേരിക്കയ്ക്ക് അന്ന്. അപ്പോൾ 1951 ഒടുവിൽ ഈ മുഹമ്മദ് മൊസാദിഖ് പ്രധാനമന്ത്രിയായി അവിടെ വന്നു. മുഹമ്മദ് മൊസാദിഖ്. അപ്പോൾ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ ആണ് ഇറാൻ അന്ന്. ഇന്നും അതെ, വലിയ സമാനതകളുള്ള രണ്ട് ഘട്ടങ്ങളാണ്. അന്ന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട്. അപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി ഉള്ളപ്പോൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ എണ്ണക്കച്ചവടം മുഴുവൻ നടത്തുന്നത് ബ്രിട്ടനായിരുന്നു. അപ്പോൾ ആംഗ്ലോ ഇറാൻ ഓയിൽ കമ്പനി ആണത് ചെയ്യുന്നത്. AIOC, ആംഗ്ലോ ഇറാനിയൻ ഓയിൽ കമ്പനി, ബ്രിട്ടീഷ് ഓയിൽ കമ്പനി. അപ്പോൾ 1949 ഷാ ഉണ്ടല്ലോ, ഷായൊക്കെ അട്ടിമറിച്ചിട്ടാണ് മൊസാദിഖ് വരുന്നത്. അപ്പോൾ 1949 ഷാ ഇവർക്ക് റിന്യൂ ചെയ്ത് കൊടുത്തിരുന്നു ലൈസൻസ് ബ്രിട്ടീഷ് കമ്പനിക്ക്. 1950 അത് പ്രശ്നമായി. പ്രധാനമന്ത്രിയായിട്ട് മൊസാദിഖ് വന്നിട്ട് 3-ാമത്തെ ദിവസം അയാൾ ഈ എണ്ണ വ്യവസായം ദേശസാൽക്കരിച്ചു. ബ്രിട്ടൻ എണ്ണക്കച്ചവടത്തിൽ നിന്ന് പുറത്തായി. ബ്രിട്ടന് കുത്തക ഉണ്ടായിരുന്നു അവിടെ എണ്ണക്കച്ചവടത്തിൽ. അത് ദേശസാൽക്കരിച്ചു, ബ്രിട്ടൻ പുറത്തായി. അപ്പോൾ ആ കമ്പനിയിൽ പകുതി ഓഹരി ആണ് ബ്രിട്ടൻ ഉണ്ടായിരുന്നത്. അങ്ങനെയല്ലേ ഓരോ രാജ്യത്തും ചെയ്യാൻ പറ്റുള്ളൂ. നഷ്ടപരിഹാരം ചോദിച്ചു ബ്രിട്ടൻ. ഇയാൾ കൊടുക്കില്ല. മൊസാദിഖ് 5 പൈസ കൊടുക്കില്ല ബ്രിട്ടന്. ഇത് ദേശസാൽക്കരിക്കുക, അവരുടെ സ്വത്ത് മുഴുവൻ പിടിച്ചടക്കുകയാണല്ലോ, ഒന്നും കൊടുക്കില്ല. 1951 സെപ്റ്റംബറിൽ ബ്രിട്ടൻ ഇറാനെതിരെ ഉപരോധം പ്രഖ്യാപിക്കുകയാണ്. ഇന്നത്തെ പോലെ തന്നെയൊക്കെ അന്നും ഉപരോധമുണ്ട്, പക്ഷെ അത് വ്യത്യസ്തമാണെന്ന് മാത്രമേ ഉള്ളൂ. എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാന് അധീശത്വമുള്ള ചില മേഖലകളും വ്യവസായമൊക്കെ ഉണ്ടല്ലോ. സ്റ്റീല്, അതായത് ഉരുക്ക്, പഞ്ചസാര, ഇരുമ്പയിര് തുടങ്ങിയ എണ്ണ, ഇതൊക്കെ ശുദ്ധീകരിക്കാനുള്ള സംസ്കരിക്കാനുള്ള ഉപകരണങ്ങളുണ്ടല്ലോ, അതിനാണ് ഉപരോധം ഏർപ്പെടുത്തുന്നത് ബ്രിട്ടൻ. എന്ന് പറഞ്ഞാൽ ഇതൊന്നും മര്യാദയ്ക്ക് എണ്ണ വ്യവസായമോ ഉരുക്കോ പഞ്ചസാര വ്യവസായമോ പ്രോസസ്സ് ചെയ്യാൻ പറ്റില്ല. മര്യാദയ്ക്ക് ഇറാന് നടത്താൻ പറ്റില്ല. അങ്ങനെ ഇറാൻ്റെ എണ്ണക്കച്ചവടം ദേശസാൽക്കരിച്ചത് മൊത്തത്തിൽ വെള്ളത്തിലായി, എണ്ണ വെള്ളത്തിലായി. അപ്പോൾ ഗൾഫിൽ ബ്രിട്ടൻ സൈനികാഭ്യാസം നടത്താൻ തുടങ്ങി. ഇറാനെ വരട്ടാൻ വേണ്ടി, ഞങ്ങൾ ആക്രമിച്ചു കളയും എന്നൊക്കെ പേടിപ്പിച്ചിട്ട്. അപ്പോൾ എന്നിട്ടൊരു രഹസ്യ അട്ടിമറി ബ്രിട്ടൻ പ്ലാൻ ചെയ്തു. പക്ഷെ ബ്രിട്ടൻ നോക്കുമ്പോൾ അത് അമേരിക്കയുടെ പിന്തുണയില്ലാതെ ചെയ്യാൻ പറ്റില്ല, ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ 1952 മുഹമ്മദ് റീസ പഹ്ലവി, ഷാ രാജാവുണ്ട്, പ്രധാനമന്ത്രിയുണ്ട്. അപ്പോൾ ഷായ്ക്കെതിരെ, രാജാവിനെതിരെ മൊസാദിഖ് നീങ്ങി. കാരണം ഷാ അമേരിക്കൻ അനുകൂലിയാണ്. അപ്പൊ അയാൾക്കെതിരെ മൊസാദിഖ് നീങ്ങുന്നു.
1953 ഈ പശ്ചാത്തലത്തിൽ അമേരിക്കയും UK കൂട്ടുചേരുകയാണ്. മൊസാദിഖിനെ പുറത്താക്കാതെ നിവൃത്തിയില്ല. ഇന്നത്തെ ഗമനിയുടെ അവസ്ഥയിലാണ് അന്ന് മൊസാദിഖ്. മതം അല്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ബ്രിട്ടന്റെ പിന്തുണ സോവിയറ്റ് യൂണിയനെതിരെ അമേരിക്കയ്ക്കും ആവശ്യമുണ്ട്. അപ്പോൾ ബ്രിട്ടൻ ഒരു പിന്തുണ ചോദിക്കുമ്പോൾ അമേരിക്ക കൊടുക്കുകയാണ്. സോവിയറ്റ് യൂണിയനെതിരെ ബ്രിട്ടന്റെ പിന്തുണ ആവശ്യമുണ്ട്, കൊടുക്കുന്നു. കമ്മ്യൂണിസം, കൊറിയൻ യുദ്ധം, നാറ്റോയുടെ ശാക്തീകരണം, ഇങ്ങനെ പരസ്പരം സഹകരിക്കേണ്ട പല കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് CIA പ്ലാൻ ചെയ്തു ഓപ്പറേഷൻ അജാക്സ്. ഈ പ്രധാനമന്ത്രിയായ മൊസാദിഖിനെ പുറത്താക്കുക, ഭരണകൂടം അട്ടിമറിക്കുക. CIA കൂടെ ബ്രിട്ടന്റെ MI6 എന്ന് പറഞ്ഞ ചാരസംഘടന, അവരുടെ ചാരസംഘടനയും കൂടി ചേരുന്നു. അങ്ങനെ അവര് മതനേതാക്കള്, പട്ടാള നേതാക്കള്, സമൂഹ നേതാക്കള്, മൊസാദിഖിന്റെ ഈ ഫണ്ട് ചെയ്യുന്ന ആളുകൾ, ഇവരെയൊക്കെ ടാർഗറ്റ് ചെയ്യുക എന്ന് CIA വിചാരിക്കുന്നു. ആ സമയത്ത് വലിയ പ്രക്ഷോഭവും കാര്യങ്ങളൊക്കെ ഇന്നത്തെ പോലെ നടക്കുന്നു. ഷാ അവിടെ നിന്ന് പലായനം ചെയ്യുകയാണ്, മൊസാദിഖിന്റെ ഭീഷണിയൊക്കെ ഉള്ളതുകൊണ്ട്. 1953 ഓഗസ്റ്റ് 19 ഒക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ഷാ അനുകൂല പട്ടാളച്ചേരി, ഷായെ അനുകൂലിക്കുന്ന പട്ടാള വിഭാഗം മൊസാദിഖ്, പ്രധാനമന്ത്രി മൊസാദിഖിനെതിരായി. എന്ന് പറഞ്ഞാൽ പട്ടാളത്തിലൊരു സ്പ്ലിറ്റ് വന്നു ഇറാനിൽ. അങ്ങനെ ടെഹ്റാന്റെ തെരുവുകളിൽ ഇന്നത്തെ പോലെ തന്നെ പ്രക്ഷോഭകാരികൾ കീഴടക്കി. ഇറാന്റെ തെരുവുകൾ കീഴടക്കിയിട്ട് നൂറുകണക്കിന് ആളുകൾ കൊല ചെയ്യപ്പെട്ടു. എന്നിട്ട് അന്ന് വൈകിട്ട് മൊസാദിഖ് കീഴടങ്ങി, പട്ടാളത്തിന് കീഴടങ്ങി. എന്ന് പറഞ്ഞാൽ ആളുകൾക്കോ ലോകത്തിനോ അന്ന് CIA ഉണ്ടെന്നോ ബ്രിട്ടീഷ് ചാരസംഘടന ഉണ്ടെന്നോ ഒന്നും അറിയില്ല. ആകെ കാണുന്നത് ഇറാന്റെ തെരുവുകളിൽ പ്രക്ഷോഭം നടക്കുന്നു. അതിൻ്റെ കൂടെ ഒരു ഘട്ടം വന്നപ്പോൾ പട്ടാളം ചേരുന്നു എന്നുള്ളതാണ്. ഇത്രേ ആളുകൾ കാണുന്നുള്ളൂ. CIA ഇതൊക്കെ സമീപകാലത്താണ് ഞങ്ങൾ ഓപ്പറേഷൻ അജാക്സ് നടത്തി എന്ന് പറഞ്ഞിട്ട് ഡീക്ലാസിഫൈ ചെയ്ത് രേഖകളൊക്കെ പുറത്തു വിടുന്നത്. ഇന്ന് നടക്കുന്നത് പോലെയുള്ള കാര്യങ്ങളാണ് നടന്നത്. അങ്ങനെ ടെഹ്റാൻ തെരുവുകളിൽ നൂറുകണക്കിന് കൊല നടന്നു കഴിഞ്ഞപ്പോൾ കീഴടങ്ങാണ് മൊസാദിഖ്. ഇപ്പൊ ഖമനൈ പലായനം ചെയ്യും എന്നുള്ളൊരു അവസ്ഥയിൽ മൊസാദിഖ് വന്നു. 2017 CIA രേഖകൾ റിലീസ് ചെയ്യുമ്പോഴാണ് ലോകം ഇത് അറിയുന്നത്, ഓപ്പറേഷൻ അജാക്സിനെ പറ്റി അറിയുന്നത്. ഇറ്റലിയിലായിരുന്നു അന്ന് ഷാ പലായനം ചെയ്ത് ജീവിക്കുന്നത്. ഇറ്റലിയിൽ നിന്ന് ഷാ മടങ്ങി വന്നു അന്ന്, അമേരിക്കയിലല്ല ഇറ്റലിയിൽ നിന്ന്. മൊസാദിഖിനെ വധശിക്ഷയ്ക്ക് വിധിച്ചു. പക്ഷെ ഷാ അത് 3 വർഷമായിട്ട് കുറച്ചു. എങ്കിലും മൊസാദിഖ് മരണം വരെ വീട്ടുതടങ്കലിലായിരുന്നു മൊസാദിഖ്. എന്നിട്ട് തിരിച്ച് ഷാ വന്നിട്ട് 5 അമേരിക്കൻ കമ്പനികൾക്ക് എണ്ണം പാഴം കൊടുത്തു. തിരിച്ചു കൊടുക്കല്ല, ബ്രിട്ടന്റെ കയ്യിലുണ്ടായിരുന്നില്ലേ, അത് അമേരിക്കയുടെ 5 കമ്പനികൾക്ക് കൊടുത്തു. ഐസൻഹോവർ പ്രസിഡന്റ് നേരിട്ടാണ് ഓപ്പറേഷൻ അജാക്സിന് അനുമതി കൊടുത്തത് എന്നിപ്പോൾ നമ്മൾക്ക് രേഖകളൊക്കെ നോക്കിയാൽ അറിയാം. അങ്ങനെ ഷായെ സിംഹാസനത്തിൽ കൊണ്ടിരുത്തി 26 കൊല്ലം 1979 വരെ ഷാ ഭരിക്കുകയാണ്. ഒരുപാട് സമാനതകൾ ഇന്നും അന്നും തമ്മിലുണ്ട്. 1953 ഓഗസ്റ്റ് 19 തമ്മിൽ ഒരുപാട് സമാനതകളുണ്ട്. ഇറാന്റെ തെരുവുകളിൽ പ്രക്ഷോഭകാരികൾ, കൊലപാതകങ്ങൾ. പക്ഷേ ഈ പ്രക്ഷോഭകാരികൾക്ക് ഇപ്പോഴും സഹായം കിട്ടുന്ന ഈ IRGCയുടെ അല്ലെങ്കിൽ പട്ടാളത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു സഹായം കിട്ടുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ പട്ടാളം അല്ലെങ്കിൽ ഈ പറയുന്ന സൈനിക വിഭാഗം കൂടി ഈ പ്രക്ഷോഭം നടത്തുന്നവർക്കൊപ്പം ഇറങ്ങിയെങ്കിൽ മാത്രമേ ഇവിടെ ഒരു അട്ടിമറിക്കുള്ള സാധ്യതയുള്ളൂ എന്ന തരത്തിലും വിലയിരുത്തപ്പെടുന്നുള്ളൂ. അങ്ങനെ ഒരു സാധ്യത ഇറങ്ങുമോ? സാധ്യത തീർച്ചയായിട്ടും ഇപ്പോൾ ഉണ്ട്. കാരണം ഈ 2 കാര്യം ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ ഒരേ ഒരു വ്യത്യാസമുള്ളത്, ഇപ്പോൾ ഇപ്പോൾ അന്താരാഷ്ട്ര ആഗോള മൂവ്മെൻ്റ് ആയാലും ഇന്റേണൽ മൂവ്മെൻ്റ് ആയാലും ഒക്കെ സുതാര്യമാണ്. നിമിഷാർദ്ധം കൊണ്ട് ലോകം മുഴുവൻ എത്തുന്നുണ്ട്. ഇപ്പോൾ അമേരിക്ക പ്ലാൻ ചെയ്യുന്ന എന്താണെന്ന് ലോകത്തിലെല്ലാ കൊച്ചുകുട്ടികൾക്കും അറിയാം. അത് മാത്രമാണ് വ്യത്യാസം. അന്നിപ്പോൾ ഇത് 65 കൊല്ലം കഴിഞ്ഞിട്ടാണ് ലോകം അറിയുന്നത് ഞങ്ങൾ ഓപ്പറേറ്റ് ചെയ്തതായിരുന്നു, CIA ഓപ്പറേഷൻ ആയിരുന്നു അത്.
ഇപ്പോൾ ഓപ്പറേഷൻ ഇജാക്സ് അല്ലേ, അജാക്സ്. അപ്പോൾ ഇപ്പോൾ സംഭവിക്കുന്നത് എല്ലാ അർത്ഥത്തിലും ചരിത്രത്തിന്റെ ആവർത്തനമാണ്. ഒന്ന്, ഇറ്റലിയിൽ നിന്ന് ഷാ പഹ്ലവിയെ കൊണ്ടുവന്നിട്ട്, സത്യത്തിൽ ഷാ നേരത്തെ ഭരിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് പ്രാണനും കൊണ്ട് ഓടിപ്പോകേണ്ടി വന്നതാണ് മൊസാദിക്കിനെ ഭയപ്പെട്ടിട്ട്. മൊസാദിക്കിനെ അട്ടിമറിച്ചിട്ട് അദ്ദേഹത്തെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു എന്ന് പറയുന്നതിൽ ഭരണകൂടത്തിൽ കാര്യമായ അട്ടിമറി നടക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഭീഷണി നേരിട്ടപ്പോൾ സംരക്ഷണം കൊടുത്തു, ഇറ്റലി കൊണ്ടുപോയി രക്ഷിച്ചു എന്നേ ഉള്ളൂ. അതേസമയത്ത് ഇപ്പോഴത്തെ അവസ്ഥ അതല്ല. ഇപ്പോഴത്തെ അവസ്ഥ ഇതിന് ശേഷം വന്നത്, അന്ന് ഇപ്പോൾ മൊസാദിക്കായാലും ഷാ ആയാലും മതഭീകരത വന്നിട്ടില്ല. പ്രശ്നമുണ്ടായിരുന്നത് ബ്രിട്ടന്റെ കുത്തകയായിരുന്ന എണ്ണ കമ്പനികൾ. സത്യത്തിൽ ആ കച്ചവടത്തിൽ നഷ്ടം പറ്റിയത് ബ്രിട്ടനാണ്. ബ്രിട്ടനൊന്നും തിരിച്ചു കിട്ടിയിട്ടില്ല. കിട്ടിയത് മുഴുവൻ അമേരിക്കൻ കമ്പനികൾക്കാണ്. അപ്പോ ബ്രിട്ടനെ തക്കത്തിൽ സഹായിച്ചു. പറയുന്നത് എണ്ണയാണ് ഇവരുടെ ലക്ഷ്യം, അതിൽ തർക്കമൊന്നുമില്ല. ഇറാന്റെ മേൽ ലോകം കണ്ണുവെച്ചത് വെനസ്വേല എണ്ണയാണ്, എല്ലാം എണ്ണയാണ്. ഇറാഖ് എല്ലാം. അമേരിക്കയുടെ ലക്ഷ്യങ്ങൾ എല്ലായ്പ്പോഴും എണ്ണയുള്ള രാജ്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞിട്ട് അവരെ അതെ, സമ്പത്ത് കൊള്ളയടിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. അതിന് കാരണങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പക്ഷേ ഇറാൻ ഇതിനെ അതിജീവിച്ചത് എനിക്ക് തോന്നുന്നു അതേ രീതിയിൽ ഒരു രാജ്യത്തിൻ്റെ സ്വത്ത് ദേശസാൽക്കരിക്കാനും. അപ്പോൾ മൊസാദിക്ക് ചെയ്തതുപോലെ എണ്ണ കമ്പനികൾ നാഷണലൈസ് ചെയ്യുക, രാജ്യത്തിൻ്റെ സ്വത്ത് ദേശത്തിൻ്റെതാണ് എന്ന മുദ്രാവാക്യം മുഴക്കുക, രാജ്യത്തെ മുഴുവൻ ജനങ്ങളെ ഒരുമിച്ച് നിർത്തുക, കുർദുകളെയും ഷിയാക്കളെയും സുന്നികളെയും ഒക്കെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് ഒരു ദേശീയമായ മൂവ്മെൻറ്റ് ഇപ്പോഴും ഇറാനിൽ ഉണ്ടായി വന്നിട്ടില്ല. അതാണ് ഇറാൻ്റെ പരിമിതി. ചരിത്രത്തിൽ ഇത്രയേറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടും അവരൊന്നും പഠിച്ചിട്ടില്ല. അവർ ഈ പറയുന്ന പ്രത്യക്ഷമായ സാമ്രാജ്യത്വത്തിൻ്റെ കൊള്ളയെ ചെറുക്കാൻ അവരെ ആകെ ആയുധമാക്കുന്നത് വൈകാരികമായ മതമാണ്. മതം കൊണ്ട് ഗവേണൻസ് രാജ്യം സാധ്യമല്ല. മര്യാദക്ക് ജനങ്ങൾക്ക് സുരക്ഷിതത്വം കൊടുത്തിട്ട് ജനങ്ങൾക്ക് വെൽഫെയർ കൊടുക്കുന്ന ഒരു ഭരണം നടത്താൻ ഈ ഇസ്ലാമിക ഭീകരവാദ ഭരണകൂടങ്ങൾക്കൊന്നും സാധിക്കുന്നില്ല എന്ന് വേണം പറയാൻ. വല്ലവർക്കും ഇപ്പോൾ സാധിക്കുന്നുണ്ടെങ്കിൽ അത് കടുത്ത രാജഭരണമുള്ള, ഇവർ ഈ പറയുന്ന ജനാധിപത്യമോ ഇസ്ലാമിക ഭരണമോ ഒന്നും കാര്യമായ കൂറില്ലാതെ ഭരിക്കുന്ന മുഹമ്മദ് ബിൻ സൽമാനാണ് സുരക്ഷ കൊടുക്കുന്നത്. വേറൊന്ന്, കച്ചവടാധിഷ്ഠിതമായി ഇസ്ലാമിനെ ഒരു ദേശീയ മതമായി അവിടെ കാഴ്ചക്ക് വെച്ചിട്ട് വളരെ സമ്പന്നമായ മുതലാളിത്ത ഭരണം നടത്തുന്ന UAE പോലുള്ള രാജ്യങ്ങളാണ്. അപ്പോൾ ഇവർ ഇപ്പോഴും അത് ഒന്നും പഠിച്ചിട്ടില്ല. ഇത്രയും കാലം, ഇപ്പോൾ എത്ര കൊല്ലമായി? 60 കൊല്ലമായില്ലേ? 65 കൊല്ലമായി. 1979 നിന്ന് 2025 ഈ ഇത്രയും കാലമായിട്ടും ഒരു നാട് ഭരിക്കേണ്ടത് എങ്ങനെ? ഒരു ആധുനിക ചില കാര്യങ്ങളിൽ അവർ അഡ്വാൻസ്ഡ് ആണ് കേട്ടോ. ഇപ്പോൾ ഇറാൻ സിനിമകൾ ലോകോത്തരമാണ് പലപ്പോഴും. അപ്പോൾ സിനിമയിൽ അവർ കാണിക്കുന്ന ഈ ഇറാൻ സിനിമ ലോകോത്തരമായതിന്റെ സംഭവം എന്താ? ഇപ്പോ മക്മൽ ബാഫിന്റെ ഒരു സിനിമയൊക്കെ ഞാൻ കണ്ടു. അതെന്തുകൊണ്ടാ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു അടിച്ചമർത്തലുള്ളത് കൊണ്ട് പ്രതീകാത്മകമായിട്ട് കഥ പറയാണ്. പല തലങ്ങൾ വരുന്നു. അടിച്ചമർത്തലുള്ളപ്പോ തീർച്ചയായിട്ടും കലാകാരന്മാർക്ക് വളരെ തിക്തമായ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നല്ല കലാസൃഷ്ടികൾ ഉണ്ടാവുക. അങ്ങനെ ഉണ്ടായി വന്നതാണ്. തീർച്ചയായിട്ടും ഈ ഇറാനിലെ അടിച്ചമർത്തൽ തന്നെയാണ് അവിടുത്തെ. അപ്പോൾ ആ കലാരംഗത്ത് കാണിക്കുന്ന അപ്ഡേഷൻ, കലാകാരന്മാരുടെ അപ്ഡേഷൻ പോലും അവിടെ ഭരണകൂടത്തിന് വരുന്നില്ല. ഈ 65 കൊല്ലം മുമ്പ് കൊണ്ട് എങ്ങനെയാണ് പുതിയ ലോകത്ത് ജനാധിപത്യ രീതിയിൽ ജനങ്ങളുടെ മൗലികാവകാശങ്ങൾ വകവെച്ചു കൊടുത്തുകൊണ്ട് നാട് ഭരിക്കേണ്ടതെന്ന് അവർക്ക് അറിഞ്ഞൂടാ. ഇപ്പോഴും ഒരു ജനാധിപത്യത്തിൽ പ്രതിഷേധിച്ചാൽ വധശിക്ഷ കൊടുക്കുന്ന ഒരു രാജ്യം കാടൻ എന്നല്ല വിളിക്കേണ്ടത്, അതിനേക്കാളും പ്രാകൃതമല്ലേ? ആലോചിച്ചു, ഇന്നിപ്പോ 26 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ അവിടെ വധശിക്ഷ ഏറ്റുകയാണ് പരസ്യമായിട്ട്. എന്തിനാ വെച്ചാൽ ബാക്കിയുള്ളവർക്ക് പാഠമാകാൻ. ഇതിനെ എങ്ങനെയാണ് ഒരു നൂതനമായ ഭരണകൂടം എന്ന് വിളിക്കുക? അതുകൊണ്ട് ഇന്ന് അമേരിക്കയാണെങ്കിൽ ഇന്നലെ ബ്രിട്ടൻ ആയിരുന്നെങ്കിൽ നാളെ മറ്റൊരു രാജ്യം, നാളെ ചൈനയാവാം, റഷ്യയാവാം, ആ രാജ്യത്തെ കൊള്ളയടിച്ചുകൊണ്ടേയിരിക്കും. അത് വേറൊന്നുകൊണ്ടുമല്ല, ആ രാജ്യത്തിന് രാജ്യമെന്ന ബോധം, ആ രാജ്യത്തിന് മതാതീതമായി മനുഷ്യൻ എന്ന ബോധം ഇതുവരെ വന്നിട്ടില്ല എന്നാണ് ചരിത്രത്തിൽ നമ്മൾ പഠിക്കേണ്ടത്. അപ്പം ചരിത്രം വീണ്ടും ആവർത്തിക്കപ്പെടാൻ പോകുന്നു. ഇറാൻ ഇപ്പോൾ തന്നെ വ്യോമപാത അടച്ചു. ഇന്ത്യയിൽ നിന്നുള്ള എയർ ഇന്ത്യയുടെ സർവീസുകൾ റദ്ദാക്കി. എന്തിന്? അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കുമുള്ള വിമാന സർവീസുകളെല്ലാം തന്നെ വൈകുന്നുണ്ട്. ഒക്കെ ആകെപ്പാടെ പ്രവചനാതീതമായ രീതിയിലേക്ക് ഇറാനിലെ കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് പറഞ്ഞ് നമുക്ക് തൽക്കാലം നിർത്താം. പ്രേക്ഷകരോട് ഒരു അഭ്യർത്ഥനയുണ്ട്. ABC-ക്ക് ഒരു ഹിന്ദി ചാനൽ കൂടിയുണ്ട്. അത് കേരളത്തിന് മാത്രമല്ല, ABC ഭാരതത്തിന് തന്നെ ഒരു ജാലകമാകണം എന്ന ആഗ്രഹത്തിൽ നമ്മൾ കുറച്ചു കാലമായി ഈ ഹിന്ദി ചാനൽ തുടങ്ങിയിട്ട് നന്നായിട്ട് പോകുന്നു. അതും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.